ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള കനത്ത പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ബുധനാഴ്ച ലെബനനിൽ നടന്ന പോരാട്ടത്തിൽ തങ്ങളുടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്നതിനു ശേഷം നിലവിൽ പുറത്തുവിട്ട വിവരപ്രകാരമാണിത്. നേരത്തെ 22കാരനായ ക്യാപ്റ്റനും മരിച്ചിരുന്നു. അതേസമയം തെക്കൻ അതിർത്തി ഗ്രാമത്തിൽ നുഴഞ്ഞുകയറിയ ഇസ്രായേലി സൈനികരുമായി തങ്ങളുടെ പോരാളികൾ ഏറ്റുമുട്ടുകയാണെന്ന് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുകയാണ്. വടക്കുകിഴക്കൻ അതിർത്തി ഗ്രാമമായ അഡേസലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈനികരെ പിൻവാങ്ങാൻ തങ്ങൾ നിർബന്ധിതരാക്കിയതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരുന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായുള്ള മിസൈൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായാണ് ലെബനനിൽ സൈനിക പോരാട്ടം നടക്കുന്നതായി സ്ഥിരീകരിച്ചത്. ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടേയുള്ളൂവെന്നും ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഹിസ്ബുള്ളയ്ക്ക് പണവും ആയുധവും വെടിക്കോപ്പും നൽകിക്കൊണ്ടിരുന്നത് ഇറാനാണ്. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെ ഇസ്രായേൽ തകർത്തു തുടങ്ങിയതോടെയാണ് ഇറാൻ മിസൈൽ ആക്രമണവുമായി രംഗത്തെത്തിയത്. ഏപ്രിലിലും ഇറാൻ പരിമിതമായ നിലയിൽ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ബെയ്റൂട്ടിൽ കനത്ത ബോംബിംഗ് ആണ് നടത്തി വന്നിരിക്കുന്നത്. തൽക്കാലം ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രത്തിലേക്ക് കൃത്യമായ ആക്രമണം നടത്തുക മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. ആരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടില്ല. മിക്ക മിസൈലുകളും ഇസ്രായേൽ പ്രതിരോധിച്ച് ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി അവകാശപ്പെടുന്നു. ഇസ്രായേലിന്റെ സ്പെഷ്യൽ ഫോഴ്സസ് സൈനികർ നേരത്തെ തന്നെ ലെബനിലെ ഹിസ്ബുള്ള താവളങ്ങളിൽ എത്തിയിരുന്നുവെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടും എടുക്കാൻ തങ്ങൾ തയ്യാറാകുമെന്ന് ഇറാൻ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ലെബനനിൽ സൈനികരുമായി നേരിട്ട് ഇടപെട്ട് ഹിസ്ബുള്ളയെ സഹായിക്കാൻ ഇറാന് സാധ്യമല്ല. ഹിസ്ബുള്ളയെ പൂർണ്ണമായി തകർക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുക മാത്രമാകും ഇറാന്റെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. അതേസമയം ലെബനിലെ കരയാക്രമണത്തിനിടെ ഹിസ്ബുള്ളയുടെ ഒളിയാക്രമണത്തിൽ 8 സൈനികരാണ് കൊല്ലപ്പെട്ടത്. തങ്ങളുടെ കമാൻഡോ യൂണിറ്റിന് നേരെ ഗറില്ല ശൈലിയിലുള്ള ആക്രമണം ഉണ്ടായെന്ന് IDF സ്ഥിരീകരിക്കുകയും ചെയ്തു. നേരത്തെ ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു. ഇഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്താഷ് ഇഷ്കാർ ഓസ്റ്ററാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ 7 സൈനികർ കൊല്ലപ്പെട്ടതായി പിന്നീടാണ് അറിയിച്ചത്. അദേസ ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് IDFന് നേരെ അപ്രതീക്ഷിത ഒളിയാക്രമണം ഉണ്ടായത്. ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെയും പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ളയ്ക്ക് ഗറില്ല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് ഇസ്രായേൽ. ഏത് നിമിഷവും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നേക്കാം. അത് ഒരുപക്ഷെ ഹിസ്ബുള്ളയെ മുച്ചോട് മുടിച്ചിട്ടായിരിക്കും തിരിച്ചു വരികയെന്നാണ് നെതന്യാഹു പറഞ്ഞത്.